കോൺഗ്രസ് പറഞ്ഞു 100 വീട് കൊടുക്കും അല്ലെ, രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് കൊടുക്കും എന്ന് പറഞ്ഞു, ലീഗ് പറഞ്ഞു 100 വീട് വെക്കും എന്ന് പറഞ്ഞു, ഡിവൈഎഫ്ഐ പറഞ്ഞു 30 വീട് വെക്കും എന്ന് പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് വെക്കും എന്ന് പറഞ്ഞു, KCBC പറഞ്ഞു, അങ്ങനെ പല പല സംഘടനകൾ പറഞ്ഞു, കൂടാതെ സ്വകാര്യ വ്യക്തികൾ പറഞ്ഞു ഞങ്ങൾ വീട് വെക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോ നമ്മളിപ്പോ ഏറ്റവും അവസാനം അറിയുന്നത് 100 വീട് വെക്കാനുള്ള വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി ലീഗ് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാർ പറഞ്ഞില്ലേ 100 വീട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്, തെലങ്കാന സർക്കാർ പറഞ്ഞില്ലേ 100 വീട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്, ഒരനക്കവും വെച്ചില്ല. എന്താ പറഞ്ഞത്? ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന്. റിപ്പോർട്ടർ TV അടക്കം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നല്ലോ അല്ലെ, ഒരു ടൗൺഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം, ഞങ്ങൾ ആളുകളെ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞൊരു ചാനലല്ലേ ഇത്. എന്നിട്ട് എന്താ സർക്കാർ പറഞ്ഞത്? സർക്കാർ ചെയ്യും എന്നാ പറഞ്ഞത്. ശരി, സർക്കാർ ചെയ്യട്ടെ, സർക്കാരിനാണല്ലോ പ്രാഥമികമായ ഉത്തരവാദിത്വം. നമ്മൾ തന്നെ ഒരു ക്യാമ്പയിൻ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ട് ഞാനൊരു ലെറ്റർ കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഈ സമയം വരെ നമ്മളെ വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു മെയിൽ വന്നു, ഒരേ ഒരു മെയിൽ. അതിനെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാന്നുള്ളത്. അതിന് അപ്പം തന്നെ ഞാൻ മറുപടി ഏത് സമയം കാലം എപ്പോഴാണ് നിങ്ങളെ വിളിപ്പിക്കേണ്ടത് ചോദിച്ചു. ഈ സമയം നമ്മളെ വിളിച്ചിട്ടില്ല. കേരളത്തിലെ ഫർണിച്ചർ മാനുഫാക്ചർ അസോസിയേഷൻ ഈ പറയുന്ന വീടുകളിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് മുഴുവൻ ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലേ. നമ്മൾ ചാനലിൽ വന്നിട്ടാണ് പറഞ്ഞത് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന നഷ്ടപ്പെട്ട വീടുകളിലേക്ക് മുഴുവനുള്ള ഫർണിച്ചർ ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഇതുവരെ അവരെ വിളിച്ചാൽ എനിക്കറിയില്ല. ഈ സമയം വരെ അവര് വാടകയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കാനുള്ള ഫർണിച്ചർ അവിടെ എത്തിച്ചു കൊടുത്തു. അതുപോലും പ്രോപ്പറായിട്ട് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.